ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. എന്നാൽ നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നുവെന്നു നിങ്ങൾ പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഈ വാക്ക് ശമരിയ സ്ത്രീ യേശുവിനോട് പറഞ്ഞതാണ്. ഇവിടെ ശമരിയ സ്ത്രീ ഉദ്ദേശിക്കുന്നത് നമസ്കരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്ന സ്ഥലത്തിന് പ്രാധാന്യം കൊടുത്താണ്. എന്നാൽ യേശു മറുപടി കൊടുക്കുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആ സ്ത്രീ പറഞ്ഞു വരുന്ന ആശയവും യേശു പറഞ്ഞു വരുന്ന ആശയവും ഒരല്പം വ്യത്യസ്തമാണ്. അതായത് എവിടെ ആരാധിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ യേശു എവിടെ ആരാധിക്കണമെന്നുള്ളതോടെ ഇരിക്കട്ടെ, ആരാധിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണമെന്നും അവർ എങ്ങനെ ആരാധിക്കണമെന്നുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ടാണ് ആരാധിക്കുന്നത് എവിടെയാണെന്നുള്ള വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. വേറിട്ട ചിന്തയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വേറിട്ട ചിന്തയുടെ 142ാമത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച പ്രഭാതത്തിൽ ഒരു വേദപുസ്തകവും ഒരുപക്ഷെ ഒരു പാട്ടുപുസ്തകമൊക്കെ കയ്യിലേന്തി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ചോദിച്ചു, എവിടെ പോകുക? മറുപടി, ആരാധനയ്ക്ക് പോകുക. അങ്ങനെയല്ലേ പറയാറുള്ളൂ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദയവ് ചെയ്ത് ആരും സ്റ്റോപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത്. അടുത്ത വാചകവും കൂടി കേട്ടിട്ട് വേണം വിധി എഴുതാൻ. ഞാൻ പറയുന്നു, നിങ്ങൾ ആരാധനയ്ക്ക് പോകരുത്. ആഹാ, ഇത് പുതിയ ഉപദേശമാണല്ലോ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് സിനിമ കാണാൻ പോയിട്ടില്ലേ? ഇപ്പോൾ സാധാരണ പറയുന്നൊരു ശൈലിയുണ്ട്, എവിടേക്ക് പോകുക? ഞാൻ സിനിമയ്ക്ക് പോകുക. ശരി, സിനിമയ്ക്ക് പോകുക. ഈ സിനിമയ്ക്ക് പോയിട്ട് നിങ്ങളവിടെ ചെന്ന് എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ വെറുതെ എങ്ങനെ ഇരിക്കുന്നു, പൈസ കൊടുത്തു, ടിക്കറ്റ് എടുത്തു, വെറുതെ എങ്ങനെ ഇരിക്കുന്നു. അവിടെ സ്ക്രീനിൽ എന്തൊക്കെയോ കാണുന്നു, അതും കണ്ടിരിക്കുന്നു. അതേ സമയത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യാൻ സമയത്ത് അതിൽ അഭിനയിച്ചിട്ടുള്ള നടന്മാരെല്ലാം പോകുമ്പോൾ സിനിമയ്ക്ക് പോവുകയാണെന്നാണോ പറയുന്നത് അവർ? അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും. സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പരിപാടി നടക്കുന്നു, ഞാനതൊന്ന് കാണാൻ പോകുന്നു. എന്നാൽ ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറയുന്നവരും ആ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നു, അവിടെ ഒരു ആരാധന നടക്കുന്നു, ഞാനും പോയി ഇരിക്കുന്നു, കുറച്ചൊക്കെ കാണുന്നു, കുറച്ചൊക്കെ കേൾക്കുന്നു. ദയവ് ചെയ്ത് അങ്ങനെ ആരാധനയ്ക്ക് പോകല്ലേ, നമ്മൾ ആരാധിക്കുവാൻ പോകുന്നവരായിരിക്കണം. ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തായി പറഞ്ഞു വരുന്നതെന്നൊക്കെ ചിന്തിച്ച് കാണുമല്ലേ. നമ്മൾ ആരാധനയ്ക്ക് പോകുവാനുള്ളവരല്ല, നമ്മൾ ആരാധിക്കുവാനുള്ളവരാണ്. അവിടെയാണ് എൻ്റെ വ്യത്യാസം കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം തന്നെ ഉണ്ടാകുന്നത് ആരാധനയോടുള്ള ബന്ധത്തിലാണെന്ന് അറിയാമല്ലോ. അത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുന്ന സമയത്ത് ദൈവം അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവാനുള്ള സമയമായപ്പോൾ മോശയെ അവിടേക്ക് അയക്കുന്നു. മോശ അവിടെ ചെന്നിട്ട് ന്യായമായി പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പിതാവായിരുന്ന അബ്രാഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിരുന്നു. അത് ഫലഭൂയിഷ്ടമായൊരു ദേശം, പാലും തേനും ഒഴുകുന്നൊരു ദേശം. നിങ്ങളുടെ അധ്വാനിക്കൊന്നും വേണ്ട, വിതയ്ക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സുഭിക്ഷമായി കഴിയുവാനുള്ള സമൃദ്ധി നിറഞ്ഞ ഒരു ദേശം. ഈ ജനത്തെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി ആ ദേശം അവർക്ക് കൊടുക്കുവാനുള്ള സമയമായി, അതുകൊണ്ട് ഈ ജനത്തെ വിട്ടയക്കണം എന്നല്ല പറഞ്ഞത്. മറിച്ച് പറഞ്ഞത്, യഹോവ പറയുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഇവിടെ ഈ ആരാധനയ്ക്കൊക്കെ വരുന്നവർക്ക് ഈ ഭൗതികമായ നന്മകൾ കാണിച്ച് ദേ വരുന്നു, പിടിച്ചോ, റിസീവ് ചെയ്തോ, പ്രാപിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. വാഗ്ദത്തമുണ്ടായിരുന്നിട്ട് പോലും ആ
അനുഗ്രഹീത ദേശത്തിൻ്റെ ഉടമയായിട്ട് പോലും ദേശത്തെ ചൂണ്ടിക്കാണിച്ചല്ല ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്നത് ആരാധനയുടെ കാര്യം പറഞ്ഞാണ്. സുവിശേഷകരെ, നിങ്ങൾ എത്ര പേര് സുവിശേഷം പറയുമ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തെ ആരാധിക്കുവാനാണ് നമ്മെ വിളിച്ചത് എന്നുള്ള സുവിശേഷമാണോ പറയുന്നത്? ഞങ്ങളുടെ സഭയിലേക്ക് വന്നാൽ കോഴി കിട്ടും, ആട് കിട്ടും, താറാവ് കിട്ടും, തയ്യൽ മിഷൻ കിട്ടും, വീട് വെച്ച് കിട്ടും, മക്കളെ കെട്ടിക്കാൻ പണം കിട്ടും. അതായത് യെരുശലേം പുത്രിമാരിൽ നിന്ന് രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവരുവാനായി ശലോമോൻ്റെ കൊട്ടാരത്തെയും തൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ പ്രൗഢിയെ വിളിച്ചു പറഞ്ഞതുപോലെയുള്ള സുവിശേഷമാണോ പറയുന്നത്? ഇല്ല എങ്കിൽ സുവിശേഷകരെ, മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നിനക്കത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ദേശത്ത്, സ്ഥലപ്പേരൊന്നും പറയുന്നില്ല, ഒരു പിതാവ് താൻ നാമധേയ ക്രൈസ്തവ സഭയിൽ പോകുന്നു. തൻ്റെ കൈ ഒരെണ്ണം താഴത്തില്ല, ഒരു കൈ ആ താഴുക തന്നെയല്ല, അതിനകത്തൊരു വിരൽ മടങ്ങുകയുമില്ല. ചികിത്സകളെല്ലാം ചെയ്തു, തിരുമ്മും എല്ലാം പരിപാടിയും ചെയ്തു, രക്ഷയില്ല. അവസാനം ഒരു വാസ്തു എന്നുവെച്ച് പറഞ്ഞു, അപ്പച്ച സ്നാനപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ശരിയാകും. എന്നിട്ട് ഞങ്ങളുടെ സഭയിൽ വരണം. ഓക്കെ, അവർ കൊണ്ടേ സ്നാനപ്പെടുത്തി, സഭയിലും ചേർത്തു. പക്ഷെ അവരുടെ സഭയിൽ പോകാനൊരല്പം ദൂരമുള്ളത് കൊണ്ട് എളുപ്പത്തിന് എൻ്റെ സഭയിൽ വന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ചോദിച്ചു പിടിച്ചപ്പോൾ ഈ അപ്പച്ചന് സ്നാനം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയത്തില്ല, എന്തിനാ സ്നാനപ്പെട്ടെന്ന് അറിയത്തില്ല. ചോദിച്ചു പിടിച്ചു പറഞ്ഞ് സ്നാനപ്പെട്ടാൽ ഈ കൈയൊക്കെ ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എപ്പോഴാണ് താന്നതെന്നും എപ്പോഴെല്ലാം ശരിയായതെന്നും ഞാൻ പറയാതെ തന്നെ മനസ്സിലായല്ലോ. ആ സമയത്തല്ല ശരിയായത്. അപ്പോൾ ഇത്തരത്തിലുള്ള സുവിശേഷം പറഞ്ഞ് ആളുകളെ സഭയിൽ ചേർക്കുന്ന പ്രവണത അവസാനിപ്പിച്ചിട്ട് ദൈവത്തെ ആരാധിപ്പാനാണ് നമ്മെ വിളിച്ചത്. ആരാധിക്കുവാനായി പുറപ്പെടുന്നവർക്ക് അവകാശമുള്ളതെല്ലാം അവൻ കൊടുത്തിരിക്കും. മോശയ്ക്ക് വേണമെങ്കിൽ പറയാമേ, ജനമേ നിങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, നിങ്ങളുടെ പിതാക്കന്മാരോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, ആ ദേശത്തേക്ക് നമുക്ക് പോകാം, വാ വരിക. അതൊന്നുമല്ല പറഞ്ഞേ, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കൂ. നീ ആരാധനയ്ക്കായി പുറപ്പെട്ടാൽ നിന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം അവൻ നിവർത്തിക്കും എന്നാണ് മോശ മൗനമായി അവരോട് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ മോശ ഫറവോൻ്റെ മുമ്പിൽ നിന്നിങ്ങനെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കണമെന്ന് യഹോവ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാധ കൊണ്ട് പൊറുതുമുട്ടിയ ഫറവോൻ ഒരു ദിവസം അനുവദിച്ചു കൊടുക്കുകയാണ്. ശരി, എന്നാൽ നിങ്ങൾ ആരാധിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അകലെ എങ്ങും പോകരുത്, നിങ്ങൾ ഇവിടെ നിന്ന് ആരാധിച്ചോ. അപ്പോഴൊരു ഗുണമുണ്ട്, നിങ്ങൾക്കിവിടെ ജോലിയും ചെയ്യാം, പിന്നെ ഇറച്ചി ചട്ടി ഉണ്ടല്ലോ, നിങ്ങൾ ചട്ടിയൊന്നുമല്ല, നിങ്ങൾക്ക് ഇറച്ചിയും തരാം, പിന്നെ ആരാധനയും നടക്കും. ഇങ്ങനെ ഫറവോനൊരു ഡിമാൻഡ് വയ്ക്കുമെന്ന് അറിഞ്ഞ ദൈവം പറഞ്ഞു, മോശയോട് പറയുക, നിങ്ങൾ 3 ദിവസത്തെ വഴി കടന്ന് ചെന്നിട്ട് വേണം എന്നെ ആരാധിപ്പാൻ. 3 ദിവസം കൊണ്ട് ജനം എവിടെ ചെല്ലുമെന്ന് തിരിച്ചറിഞ്ഞ ദൈവം വളരെ വ്യക്തമായി പറയുക, നീ ഫറവോൻ്റെ അതിരുകൾ കടന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തുമ്പോൾ അവിടെ ആരാധിച്ചോണം. ചില ആളുകളെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ സ്നാനപ്പെട്ടതാ, എന്നിട്ടോ സ്നാനപ്പെട്ടിട്ട് അവിടെ തന്നെ അങ്ങോട്ട് ആരാധന കൂടുന്നു, ആരാധന നടത്തുന്നു. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ പള്ളിയിലൊക്കെയാണ്, ലോഹയും കുപ്പായൊക്കെ ഉണ്ട്, പക്ഷേ എന്നിട്ട് ഞാൻ സ്നാനപ്പെട്ടതാണ് കേട്ടോ, എന്നിട്ട് അവിടെ തന്നെ ഫറവോൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആരാധിച്ചോ, നിങ്ങൾ സ്നാനപ്പെട്ടോ, കുഴപ്പമില്ല, നിങ്ങൾ ആരാധിച്ചോ, പക്ഷേ അകലെ എങ്ങും പോകരുത്, ഇവിടെ തന്നെ നിന്ന് ആരാധിച്ചോണം. എങ്ങനെയുണ്ട് സംഭവം? പക്ഷെ ദൈവം പറയുന്നു 3 ദിവസത്തെ വഴി നീ കടക്കണം, അപ്പോൾ നീ ഫറവോൻ്റെ അതിരിനപ്പുറം ചെല്ലും. പ്രിയ ദൈവജനമേ, നിന്നെ അടിമയാക്കി വെച്ചിരുന്ന ഫറവോൻ വെച്ച അതിരിനകത്തല്ല നിൻ്റെ ആരാധന. നിൻ്റെ ആരാധന അതിൻ്റെ അപ്പുറത്താണ്. ഫറവോൻ്റെ അതിരിനകത്ത് നിന്ന് ആരാധിച്ചാൽ ജോലി കളയണ്ട, അത് നടക്കും. പിന്നെ പറഞ്ഞ പോലെ
അവിടെ വെച്ചൊരു മോഹം ഉണ്ടായില്ലേ ഇറച്ചിച്ചട്ടിക്ക്. അതൊന്നും വേണ്ട, ചട്ടിയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ഇറച്ചി തന്നെ തരാം, പക്ഷേ ഇവിടെ തന്നെ നിന്നോണം. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് നിന്നെ ഇതുവരെ അടിമയാക്കി വെച്ചവനല്ല നിനക്ക് ആരാധിപ്പാനുള്ള സ്ഥലം കൽപ്പിക്കുന്നത്. ആരാധനയ്ക്കുള്ള സ്ഥലം കൽപ്പിക്കുന്നത് നിന്നെ വിളിച്ചവൻ കൽപ്പിക്കുന്ന അതിരിനുള്ളിലാണ്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിന് അതിൻ്റെ ബലവും അതിൻ്റെ ശക്തിയും അതിൻ്റെ കരുത്തുമെല്ലാം പ്രകടമാക്കണമെങ്കിൽ വെള്ളം വേണം. ഒരു പക്ഷിക്ക് ഉല്ലസിച്ച് ആനന്ദിച്ച് നടക്കണമെങ്കിൽ ഒരു വിധാനം വേണം. എന്നതുപോലെ തന്നെയാണ് ഒരു ദൈവ പൈതലിന് ആനന്ദവും ആശ്വാസവും ആഹ്ലാദവും എല്ലാം പ്രകടമാകണമെങ്കിൽ ഒരു ആരാധന സ്ഥലം ഉണ്ടായിരിക്കണം. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുന്ന ജനം ഒരു ആരാധന ആത്മാവിൽ നിറഞ്ഞ് തൃപ്തികരമായ നിലയിൽ ഒരു ആരാധനയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന ധാരാളം ദൈവജനമുണ്ട്. ഞാൻ ഈ വേറിട്ട് ചിന്തകൾ എന്നുള്ള പരിപാടി തുടങ്ങിയതിന് ശേഷം എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ള പലരും അവർ സഭകളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരുടെ സ്വന്തം വീടുകളിലിരുന്ന് ആരാധിക്കുക. കാരണം എന്താ? നാം ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങൾ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള തൊഴിലുകളും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാരമുളകാകുന്ന നമ്മുടെ മനസ്സിനെ അലതല്ലിപ്പിക്കുന്ന പല വിഷയങ്ങളും പ്രശ്നങ്ങളും വേദനകളും നമുക്കുണ്ടായേക്കാം. എന്നാൽ ഇവയെല്ലാം നമ്മൾ ചെന്ന് ഇറക്കി വയ്ക്കുന്നൊരു സ്ഥലമാണ് ആരാധനാലയം ആണല്ലോ. ഹന്നയുടെ വേദന ഹന്ന ചെന്ന് എവിടെയാണ് പകർന്നത്? 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പറയുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളുടെ അവരുടെയൊക്കെ സൗഖ്യവും ഉയർച്ചയും ഉന്നമനവും കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. ഞാൻ എൻ്റെ കരങ്ങളെ നിർമ്മലതയിൽ കഴുകി വിശുദ്ധിയിൽ സൂക്ഷിച്ചു. ദൈവത്തിന് വേണ്ടി നിന്നിട്ട് എൻ്റെ അവസ്ഥ ഇങ്ങനെ. ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിൽ ഇട്ടായിരുന്നല്ലോ കൊരിന്തിലെ വിശ്വാസികളെക്കുറിച്ച്. ശരി, പക്ഷേ ആസാഫ് പറയുന്നു, ഇവരുടെ അന്ത്യം എന്താകുന്നു എന്ന് അറിയുവാൻ ഒടുവിൽ ഞാൻ ആലയത്തിൽ ചെന്നു. സ്തോത്രം. ആലയത്തിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഇവരുടെ കാൽ ഒരു വഴുവഴുപ്പിലാണ് കുത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അവർ കാലുറപ്പിച്ചിരിക്കുന്ന വഴുവഴുപ്പിലാണ്. ആസാഫ് തൻ്റെ കാലുകളിലേക്ക് നോക്കിയപ്പോൾ താൻ ക്രിസ്തുവിൽ, ആത്മകരണം ഞാൻ അങ്ങനെ പറയുന്നു കാരണം മോശയും ദാവീദുമൊക്കെ ആത്മാവിൽ ക്രിസ്തുവിനെ കണ്ടല്ലോ. ക്രിസ്തുവെന്ന പാറയിൽ, സിയോനിൽ ഇട്ടിരിക്കുന്ന പാറയിൽ, ആ പാറയിലാണ് ആസാഫിൻ്റെ കാല് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്നോട് പറയാം, ഭൗതിക വീക്ഷണത്തിൽ അവൻ്റെ കരങ്ങളിലേക്ക് നോക്കി, ആരുടെ? ദുഷ്ടൻ്റെയും അധികാരികളുടെയും. കൈ നിറയെ പണം, ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഉന്നമനമാർന്ന നിലയിലുള്ള ജീവിതം. പക്ഷെ അവൻ്റെ കാലിലേക്ക് നോക്കിയപ്പോൾ അവൻ നിൽക്കുന്നത് വഴുവഴുപ്പിൽ, ഏതൊരു നിമിഷവും തെന്നി വീഴാം. പക്ഷേ ഭക്തൻ്റെ കൈ, അവൻ്റെ കരം ശൂന്യമാണ്, പക്ഷെ അവൻ്റെ കരം നിർമ്മലമാണ്. അവൻ നിൽക്കുന്നത് പാറമേലാണ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ദൈവവേദനയെ, നിൻ്റെ കരം ശൂന്യമാണെങ്കിലും നീ നിൽക്കുന്നത് പാറമേലും, നിൻ്റെ കരം വിശുദ്ധമാണെങ്കിൽ ആസാഫിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവഭക്തനാണ്, ഒരു ദൈവഭക്തയാണ്. അപ്പോൾ നമ്മളുടെ ഭാരങ്ങളെല്ലാം നാം ഇറക്കി വയ്ക്കുന്നത് ആരാധനാലയത്തിലാണ്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷുഗർ പേഷ്യൻ്റെ കാലയിൽ ചെറിയ ഒരു പോർച്ച സംഭവിച്ചു. അതുമായിട്ട് ആശുപത്രി ചെന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ എല്ലാം അങ്ങോട്ട് പഴുത്ത് വ്രണമായി, പിന്നെ കാല് ചെത്താനും മുറിക്കാനൊക്കെ ആശുപത്രിക്കാർ അവകാശപ്പെടുന്നത്. എന്നതുപോലെ ചെറിയൊരു പ്രശ്നവുമായിട്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി, എൻ്റെ ഭാരം ഒന്ന് ഇറക്കാൻ വേണ്ടി ആലയത്തിലേക്ക് ചെന്ന് 2 മണിക്കൂർ യോഗം കഴിഞ്ഞപ്പോൾ ഇതാ ഒരു ടിപ്പർ നിറച്ച പ്രശ്നവുമായിട്ട് തിരിച്ചു പോരുകയാണ്. ഇതാണ് കശാപ്പുശാലയായി തീർന്നിരിക്കുക. വരിക വാക്കുകൾ കൊണ്ട് നമുക്കവനെ കൊന്നുകളയുക, പ്രസംഗങ്ങൾ വെച്ച് വിശ്വാസികളെ ശപിച്ച്. കഴിഞ്ഞ ദിവസം കേട്ടു,
ഒരു കൊച്ചിനെ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ ഒരു പാസ്റ്റർ ശപിച്ചു കളഞ്ഞു. ഇത്തരത്തിലുള്ള ആരാധനകൾ നടക്കുന്ന ഇടത്ത് എങ്ങനെ വിശ്വാസികൾക്ക് പോകാൻ ധൈര്യവും ആഗ്രഹവും ഉണ്ടാകും? അപ്പോൾ നമ്മുടെ ആരാധന ആലയം എന്ന് പറയുന്നത് ദൈവജനത്തിന് ആശ്വാസം കണ്ടെത്തുവാൻ, ആനന്ദം പകരുവാനുള്ള, ആനന്ദം ആസ്വദിപ്പാനുള്ള ഒരിടമാണ്. നമ്മളുടെ ചിലരൊക്കെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അത് ഏത് വിധത്തിലാണ് അവർക്കത് അനുഭവമാകുന്നതെന്ന് അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അനുസൃതമായിരിക്കും. ഉദാഹരണം, ഒരാൾ നല്ല ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവരുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ അവർക്ക് വലിയൊരു ആനന്ദവും ഒരു പ്രചോദനവും ഒരു ശക്തിയും ഒരു ധൈര്യവും അവർക്ക് അനുഭവിക്കാൻ പെടും. ഇതിനൊക്കെ തെളിവ് ചോദിക്കരുത് വചനത്തിൽ. ഇതൊക്കെ അനുഭവത്തിൽപ്പെട്ട കാര്യമാണ്. ക്രിസ്തീയ ജീവിതം അനുഭവമാണല്ലോ. വചനാനുസൃതമായിട്ടുള്ള അനുഭവമാണ് നമ്മളെ പലപ്പോഴും നിലനിർത്തുന്നത്. അതൊരു നല്ലൊരു ഉദാഹരണം പറയാം. എലിസബത്ത് ഒരു പുരോഹിതൻ്റെ ഭാര്യ എന്ന നിലയിൽ പലരോടും വന്ദനം പറഞ്ഞിട്ടുണ്ട്. എലിസബത്തിനോടും പലരും വന്ദനം പറഞ്ഞിട്ടുണ്ട്. മറിയ ഒരു നല്ല ദൈവവിശ്വാസി എന്ന നിലയിൽ പലരോടും വന്ദനം പറഞ്ഞിട്ടുണ്ട്. പലരും മറിയോടും വന്ദനം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എലിസബത്തും മറിയയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മറിയ ഒരു വന്ദനം പറഞ്ഞു. ഈ വന്ദനം പറഞ്ഞത് അവൾ കൃപ പ്രാപിച്ചിട്ട് വന്ന കൃപയിൽ നിറഞ്ഞുള്ള വന്ദനമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ട എലിസബത്തിലല്ല ചലനമുണ്ടായത് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിലാണ് ചലനമുണ്ടായത്. കാരണം മറിയമിൽ പകർന്നിരിക്കുന്ന കൃപയും എലിസബത്തിൽ ഉരുവായിരിക്കുന്ന ശിശുവും ഒറ്റ ലക്ഷ്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ജന്മം കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉള്ളിലുള്ള അവരുടെ ആത്മാവ് തമ്മിലുള്ള ബന്ധമാണ് ഒരു വന്ദന സ്വരത്തിൽ ഉണ്ടായ ചലനത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ ആത്മാവിലൊരു വ്യക്തിയെ ആരാധിക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ദൈവാത്മാവാണ് ആ വ്യക്തിക്കുള്ളിലുള്ളതെങ്കിൽ നിശ്ചയമായും അവിടെ ഒരു ആത്മീയ ചലനം നടന്നിരിക്കും. മറിച്ച് ചിലർക്കൊക്കെ ചിലരൊക്കെ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ ഒരു നോട്ടം, ഒരു വല്ലാത്ത നോട്ടം. ഇവിടെ എന്തോ ഈ കേൾപ്പിക്കുന്നത്? വേറെ ആരും ആരാധിച്ചിട്ടില്ലേ? ഇവിടെ ബാക്കിയുള്ളവരൊന്നും വന്ന ആരാധനയ്ക്കല്ലേ? ഇവനെന്തോ കാണിക്കുന്നേ? ഒരു പുച്ഛം. സംഭവം അകത്തിരിക്കുന്നതും വേറെയാണേ. അതാണ് കാരണം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് തിരിച്ചറിയാം, ആത്മാവിലുള്ള ആരാധനയെ പുച്ഛമായി കാണുന്ന വ്യക്തി ആരാണോ, നിന്നിലുള്ള ആത്മാവിനെ നീ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആരാധന എന്ന് പറയുന്നത്, യേശു പറയുകയാണ്, നീ എവിടെ ആരാധിക്കണമെന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, എങ്ങനെ ആരാധിക്കണം, എങ്ങനെയുള്ളവർ ആരാധിക്കണം. അവിടെ പറയുന്നതാണ് സത്യ നമസ്കാരികൾ. നീ നമസ്കരിക്കുന്ന നിന്നിലൊരു സത്യമുണ്ടായിരിക്കണം. യേശു പറയുന്നത്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും എന്ന് പറഞ്ഞാൽ നീ സത്യം നിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം നീ ആരാധിക്കാൻ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അപ്പോൾ ഉള്ളിലൊരു സത്യമുണ്ടായിരിക്കാം. 2, ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പോൾ സത്യ നമസ്കാരിക്ക് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ കഴിയുള്ളൂ. എന്താണ് സത്യത്തിലെ ആരാധന? സത്യത്തിലെ ആരാധന എന്ന് പറയുന്നത് സത്യമായവൻ കൽപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്, പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നിന്നുള്ള ആരാധനയാണ് സത്യ ആരാധന. ആ പ്രമാണത്തിനൊരു മാറ്റം വന്നാൽ പിന്നെ നിൻ്റെ ആരാധന ചെല്ലുന്നത് സ്വർഗത്തിലേക്കല്ല, ഇടവഴിയിൽ വെച്ചത് സ്വീകരിക്കാൻ വേറെ ആളുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത, അവിടുത്തെ മറുപടി പെട്ടെന്ന് കിട്ടും. ഉദാഹരണത്തിന് ശമരിയ സ്ത്രീയും യേശുമായിട്ടുള്ള സംഭാഷണത്തിൽ ശമരിയ സ്ത്രീക്ക് ആ ജീവൻ്റെ ജലം വേണം. യേശു പറഞ്ഞു, ജലമൊക്കെ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു.
ഇപ്പോഴും ഓർമ്മയുണ്ട്, അതും ഭർത്താവല്ല, നീ ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരണം. നടക്കുമോ? ശമരിയ സ്ത്രീ ഇവരെല്ലാം കൂട്ടി വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പറയും, ഞങ്ങൾ വരത്തില്ല. അന്നൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അന്നേരം തീർന്നു, ഏർപ്പാടുകളെല്ലാം അവിടെ തീർന്നു. ഇത് ഞങ്ങളുടെ പറയൊന്നും വരണ്ട. നടക്കാൻ പോകുന്ന കാര്യം തന്നെയല്ല, അവർക്കൊക്കെ വേറെ ഭാര്യ പിള്ളേരും ഒക്കെ ഉള്ളതാ. സമൂഹത്തിലൊന്നും അവർ വെട്ടപ്പെട്ടൊന്നും വരത്തില്ല. യേശു എന്നോട് പറഞ്ഞു, നീ അന്ന് എൻ്റെ അടുത്തൊന്ന് വന്നതല്ലേ, യേശു എന്നോട് പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ട് എന്നെങ്കിലും എനിക്ക് അത് കിട്ടത്തുള്ളൂ. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ യേശു 40 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ വേറൊരു കക്ഷി അടുത്ത് വന്നല്ലോ, ഈ കാണുന്നതെല്ലാം അങ്ങോട്ട് തരാം, ഒറ്റ പരിപാടി, വളരെ ഈസിയാന്നേ, ഒറ്റ പരിപാടി, സംഭവം തീർന്നില്ലേ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും എളുപ്പം കിട്ടുന്നത് എവിടെയാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കിക്കോണം. ചിലരൊക്കെ നോക്കി നിൽക്കുമ്പോൾ പണക്കാരാകത്തില്ലേ? അതുകൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പക്ഷേ ഇത് ഈ കിട്ടിയത് എവിടെ നിന്നുള്ള കാര്യം, തന്നതാരാണെന്നുള്ള കാര്യം മറക്കരുത്. ഒരു പ്രായമുള്ള അപ്പച്ചനെ മക്കൾ ബസ്സേ കയറ്റി വിട്ടിട്ട് മക്കൾ പറഞ്ഞു വിട്ട് അപ്പച്ചൻ കയറിയിരിക്കുമ്പോൾ ഒരാൾ വരും, ടിക്കറ്റ് എന്ന് പറഞ്ഞ് വരും. അന്നേരം ഈ 10 രൂപ കൊടുത്തേച്ച് പറഞ്ഞാൽ മതി, അവിടെ ചെല്ലുമ്പോൾ ഇറക്കണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, എത്രയാണ്? 10 രൂപ. കൊടുത്തു, വാങ്ങിച്ചു. ബസ് യാത്ര പുറപ്പെട്ടു. അപ്പച്ചൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ബസ് യാത്ര പുറപ്പെട്ട് കുറേ ഇപ്പോൾ കണ്ടക്ടർ വന്നു, ടിക്കറ്റ് ചോദിച്ചു. അയ്യോ, ഞാൻ ടിക്കറ്റ് എടുത്തല്ലോ 10 രൂപയുടെ. ചോദിച്ചപ്പോൾ ലോട്ടറി ടിക്കറ്റായിരുന്നു. സംഭവം ടിക്കറ്റായിരുന്നു, പക്ഷെ കിട്ടിയത് ലോട്ടറി ടിക്കറ്റായിരുന്നു 10 രൂപയുടെ. അപ്പോൾ ബസ്സുകാരൻ്റെ ടിക്കറ്റ് കൊണ്ടുവരുന്നതിന് മുൻപ് ലോട്ടറിക്കാരൻ വന്ന് ടിക്കറ്റ് കൊടുത്തിട്ട് പോയി. എങ്ങനെയുണ്ട്? ഇതേപോലെയാണ് ദൈവം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. അതിന് സത്യമായ പ്രമാണത്തിലൂടെ കടന്നു ചെന്ന് അത് പ്രാപിക്കേണ്ടതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് വന്നവൻ്റെ മേടിച്ചെടുത്തു. ഇങ്ങനെ വാങ്ങിച്ചാലുള്ള ഗുണമെന്നാ ദോഷമെന്നാണെന്നറിയാമോ? ഗുണം പെട്ടെന്ന് സമ്പന്നനാകാം. ദോഷത്തിന് ഉദാഹരണം പറയാം. അബ്രാഹാമിനോട് യഹോവ പറഞ്ഞു, ഞാൻ നിനക്ക് സന്ധ്യ തരാം, അവനായിരിക്കും നിൻ്റെ അവകാശി, ഇതിൻ്റെ എല്ലാ അവകാശം അവനായിരിക്കും. അപ്പോൾ ഈ വാഗ്ദത്തം കേട്ടിട്ട് പയ്യെ അബ്രഹാം വീട്ടിൽ ചെന്ന് സാറയെ മറ്റൊരു കമ്മിറ്റി കൂടി, യഹോവ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു സന്ധ്യ തരാമെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥ നിൻ്റെ അവസ്ഥയ്ക്ക് അറിയാമല്ലോ, അപ്പോൾ നമുക്കതിനൊന്ന് സാധ്യമാക്കാനൊരു എളുപ്പവഴി പറയാം. അറിയാമല്ലോ, ഹാഗാറോടെ ഉണ്ടായിരുന്നല്ലോ. ശരി, കാര്യങ്ങളൊക്കെ സക്സസ് ആയി, ഒരു സന്താനവും കിട്ടി. പക്ഷെ വചനം പറയുന്നു, നിൻ്റെ സന്തതിക്ക്, അതായത് വാഗ്ദത്ത സന്തതി, ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ സന്തതിയുണ്ടല്ലോ, ആ സന്തതിക്ക് എതിരെ പാർക്കുന്ന ഒരുവൻ. ഇനി അടുത്ത വിഷയം കയറി വരുമ്പോൾ ചില കയറിയിട്ട് അവരാണ് ഇവരെന്ന് ആരാ പറഞ്ഞ, ശാസ്ത്രീയ തെളിവ് അങ്ങനെ പോലെ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് വരണ്ട, ബാക്കി പറയാം. സഹോദരനെതിരെ പാർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇക്കരെ ഇസഹാക്കും അക്കരെ ഇസ്മായേലും എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു വരുന്നത്. സംഭവത്തിൻ്റെ പോക്ക് പോയത് പറയാം. ഒരുത്തന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി വരുമ്പോൾ മറ്റവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി വരും. ഒരുത്തൻ മുണ്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ മറ്റവൻ മുണ്ട് അങ്ങോട്ട് എടുക്കും. ഒരുത്തൻ മീശ വെച്ചിട്ട് താടിയെല്ലാം പഠിച്ചു കളയുമ്പോൾ മറ്റവൻ താടി വെച്ചിട്ട് മീശ പഠിച്ചു കളയും. അടുത്ത കുറേ കാര്യമുണ്ട്, ഞാൻ എല്ലാ വിഷയത്തിനകത്തേക്ക് പോകുന്നില്ല. എതിരെ പാർക്കുന്ന ഒരുവൻ, നമുക്കറിയാമല്ലോ ഇന്നും നടക്കുന്ന യുദ്ധം എവിടെയാണ് എന്നതാന്നൊക്കെ. അപ്പോൾ ഞാനൊരു വർഗീയ ചിന്തയല്ല പറഞ്ഞ, വചനത്തിലൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയുകയാണ്. അബ്രഹാമേ, നിനക്കൊരു സന്തതി തരാമെന്ന് പറഞ്ഞ് ദൈവമല്ലേ, അത് തരുമായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് നീ കുറുക്ക് വഴി സ്വീകരിച്ചേ? നീ മാനുഷിക ബുദ്ധി എന്തിനാണ് സ്വീകരിച്ചേ? അതുകൊണ്ട് ഇത് നിനക്ക് തന്നെ ഇരുന്നോട്ടെ ഭാരയായിട്ട്. ദൈവജനം മനസ്സിലാക്കുക, നിന്നോടൊരു ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് തന്ന് നിന്നെ തൃപ്തിപ്പെടുത്തുമ്പോൾ പിശാച് മാറി നിന്ന് സന്തോഷിക്കുകയാണ്, മറക്കരുത്. അപ്പോൾ ഇവിടെ ആരാധന ആലയം ഇന്നൊരു കശാപ്പുശാല പോലെയായി തീർന്നിരിക്കുന്നത്. പല സ്ഥലങ്ങളിലെയും ആരാധനാലയങ്ങൾ കശാപ്പുശാലയ്ക്ക് തുല്യമായി തീർന്നിരിക്കുക. ആരാധിക്കുന്നവരെ വെട്ടി മുറിക്കുക, അവരെ വേദനിപ്പിക്കുക, അവരെ പരിഹസിക്കുക, ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നിലൂടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ പറയുമ്പോൾ സത്യത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞതിന് നമുക്ക് മറുപടി കിട്ടി. വചനപ്രകാരമുള്ള ആരാധന. വചനം തെറ്റിയാൽ ആരാധന മറ്റൊരിടത്തേക്ക്. എന്നാൽ ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക, ഞാൻ ബുദ്ധിയിലും ആരാധിക്കും, ആത്മാവിലും ആരാധിക്കും. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു,
നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൗലോസെ ഒന്ന് ചോദിക്കട്ടെ, അങ്ങ് ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരാധന മാത്രം ബുദ്ധിയിലായിരിക്കണം. അപ്പോൾ ആത്മാവിൽ ആരാധിക്കണ്ടേ? യേശു എന്താ പറഞ്ഞിട്ട് പോയി? ആത്മാവിൽ ആരാധിക്കാനല്ലേ പറഞ്ഞേ? ഒരു വൈരുദ്ധ്യം കാണുന്നുണ്ടല്ലോ അവിടെ, അല്ലേ? അവിടെ മനസ്സിലാക്കുക. ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാലേ, ഈ ചിലരുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാർത്ഥന ഇവിടെയാണ് തുടങ്ങും, എൻ്റെ ഇടതുവശത്തോടെ പോകും. ആ വീടിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ പോയി തമിഴ്നാട്ടിൽ കയറും. തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ചുറ്റിക്കറങ്ങി ഓരോ സ്റ്റേറ്റ് ഇറങ്ങി അടുത്ത നേപ്പാൾ, അടുത്ത രാജ്യത്തേക്ക് പോയി അങ്ങനെ അമേരിക്ക, ഗൾഫ്, കാനഡ, ജർമ്മൻ എല്ലാം ചുറ്റിക്കറങ്ങി ഇവിടെ വരുമ്പോൾ ആശീർവാദത്തിനുള്ള സമയമാകും. ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അന്ന് നടക്കുന്ന ആരാധനയും നല്ല വചനങ്ങൾ കേൾപ്പാനും ആ വചനം നമുക്കൊരനുഗ്രഹവും നമുക്ക് ബലവും തരുന്നത് ആയിത്തീരേണ്ടതിന് അഭിഷേകത്തിന് ദൈവം കരങ്ങൾ ഉപയോഗിക്കേണ്ടതിനും നമ്മുടെ ആരാധനാലയങ്ങളിൽ പുതിയ വിശ്വാസികൾ കൂടി വരാനും നല്ല സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാകാനുള്ള അനുഭവങ്ങൾ കർത്താവിന് തരേണ്ടതിനും ഇതിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ബുദ്ധിയുള്ള ആരാധന. ചിലരുടെ സാക്ഷ്യം, ഒരു ദിവസം ഞാൻ ഒരു ആരാധനയ്ക്ക് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഇന്ന് നമുക്ക് ദേവദാസൻ ക്ഷണിച്ച് വന്നിട്ടുണ്ട്, എല്ലാവരും സാക്ഷിയൊക്കെ ഒതുക്കുക, ചുരുക്കുക, അതുകൊണ്ട് പാട്ടൊന്നും പാടി സാക്ഷ്യം പറയാതെ അത്യാവശ്യമുള്ള സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഒരമ്മച്ചി ഒരു പാട്ട് ഫുള്ളായിട്ടുണ്ട് പാടി. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് അമ്മച്ചിയോട് ഇങ്ങനെ വെറുതെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു അമ്മോനെ, അത് ഇത്ര നാൾ എൻ്റെ പാട്ട് ഇവർ മാത്രമേ കേട്ടിട്ടുള്ളൂ, ഒരു പുതിയൊരാൾ വരുമ്പോൾ അവരും കൂടി ഒന്ന് കേൾക്കണ്ടേ, എനിക്കും അങ്ങനെ ആഗ്രഹം ഇല്ലേ, കൊള്ളാം എന്ന് പറഞ്ഞ നിലയിലും സന്ദർഭത്തെ ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ വിധത്തിലുള്ള പാകപ്പിഴകൾ സംഭവിക്കാതിരിക്കാനാണ് ബുദ്ധി അല്പമനത്തിൽ കലർത്താൻ പറഞ്ഞേക്കുന്നത്. ബുദ്ധിയുള്ള ആരാധന. നാം ബുദ്ധിയിൽ ക്രമീകരിക്കുന്ന പ്രാർത്ഥനയെ, ആരാധനയെ, ആരാധനയുടെ നിറവ് മുഴുവനും ആത്മാവിലായിരിക്കണം. ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പം കണ്ടിട്ടുണ്ടോ, പാസ്റ്റർ ഇരിക്കുന്നതിൻ്റെ മുകളിലാണ് ക്ലോക്ക് ഇരിക്കുന്നതെങ്കിൽ ആരാധനയുടെ സമയം നിയന്ത്രിക്കുന്നത് വിശ്വാസികളാണ്. ഇനി വിശ്വാസികളിരിക്കുന്നതിൻ്റെ പുറകിലാണ് ക്ലോക്ക് ഇരിക്കുന്നതെങ്കിൽ സമയം നിയന്ത്രിക്കുന്നത് പാസ്റ്ററാണ്. ഇനി ഇടത് സൈഡിലോ വലത് സൈഡിലോ ആണ് ക്ലോക്ക് ഇരിക്കുന്നതെങ്കിൽ അത് നിശ്ചയിക്കുന്നത് കമ്മിറ്റിക്കാരാണ്. കാരണം അവിടെയുണ്ട് കമ്മിറ്റി അംഗം, ഇവിടെയുണ്ട് കമ്മിറ്റി അംഗം. എന്നാ പഴയ കാലത്തൊക്കെ, എൻ്റെ ശൈശവകാലത്ത്, അന്ന് കാശില്ലായിരുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല, അന്നൊന്നും പള്ളിയിൽ ക്ലോക്കില്ല. കിഴക്ക് നോക്കിയാലും പടിഞ്ഞാറ് നോക്കിയാലും തെക്ക് നോക്കിയാലും വടക്ക് നോക്കിയാലും ക്ലോക്കില്ല. ആരാധന നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാനൊരു വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ക്ലോക്ക് വെച്ചിട്ടും ആത്മാവിൻ്റെ നിയന്ത്രണമനുസരിച്ച് ആരാധിക്കുന്നവരുണ്ട്. ഇപ്പോൾ പലപ്പോഴും ആരാധനയൊക്കെ നിയന്ത്രിക്കുന്നത് കുടുംബശ്രീയുടെ സമയം കൂടെ കൂട്ടിയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് കുടുംബശ്രീ വേണ്ടി ഏത് സമയത്താണ്, അയൽക്കൂട്ടം ഇന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതുണ്ട്. അതൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല, അതൊക്കെ അവരവരുടെ തീക്ഷ്ണത പോലെയുണ്ട്, ചെയ്യട്ടെ. പക്ഷെ ഒരു പ്രമാണമുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇനി ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തല്ല? ഇവിടെ കിടന്ന് ഇളകി മറിഞ്ഞ് റിതംപാടോ കീബോർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ താളത്തിനനുസരിച്ച് ഇളകി മറിഞ്ഞ് തുള്ളി മറിയുന്നതൊന്നും അല്ല ആരാധന. ചിലർക്ക് അങ്ങനെയാണ് ഒരു സംതൃപ്തി ഉണ്ടാകുന്നത്. ഈ ഗാനമേള കേൾക്കാൻ പോയിരുന്നാൽ അവിടെ ഇത് കേട്ട് ആസ്വദിക്കുന്നവരുണ്ട്. പക്ഷെ പുറകിലൊരു പാർട്ടിക്ക് ഇങ്ങനെ കയറൊക്കെ വലിച്ചു കെട്ടി അതിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അവർക്കത് പാട്ടൊന്നും കേൾക്കണം, അവർക്ക് തുള്ളിയാൽ മതി. അത് ഏത് പാട്ട്, അതിനകത്ത് സംഗീതം ആസ്വദിക്കാൻ, ആ പാട്ടിനകത്ത് ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നത് ഒന്നും ആസ്വദിക്കാൻ അവർക്ക് നേരമില്ല. അവരവിടെ ഡും അടിക്കുമ്പോൾ ഇവിടെ ടിങ് ടിങ് എന്ന് പറഞ്ഞ് തുള്ളണം. അത്രയുള്ള അവരുടെ പരിപാടി. അപ്പോൾ അവരിതൊന്നും ആസ്വദിച്ചിട്ട് തുള്ളുന്നതല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ അറിയാമല്ലോ, അർത്തമീസ് ദേവിയെക്കുറിച്ചുള്ള കാര്യം. പൗലോസൊക്കെ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവരുടെ വഴിമുട്ടിപ്പോയി. അവസാനം വിഗ്രഹം ഒന്നും അല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ വലിയ വിഷയമായി, ഭയങ്കര ഊട്ടക്കറച്ചിലായി. ഒടുവിൽ വായിച്ചു വരുമ്പോൾ രസകരമായൊരു കാര്യമുണ്ട്. ഈ കരഞ്ഞവരെല്ലാം വിളിച്ചു ചോദിച്ചപ്പോൾ ചിലർ അങ്ങനെയും കരഞ്ഞു, ചിലർ ഇങ്ങനെയും കരഞ്ഞു. എന്തിനാ കരഞ്ഞതെന്ന് അവർക്കറിയത്തില്ല. ഭയങ്കര നിലവിളിയാണ്. ചിലർ അങ്ങനെ നിലവിളിച്ചു, ചിലർ ഇങ്ങനെ നിലവിളിച്ചതിൻ്റെ കാര്യം എന്താ? അവർ ആരൊക്കെ നിലവിളിക്കുന്നത് കേട്ടോ, അവിടെ ഞാനും നിലവിളിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതെന്താണ് ആരാധന എന്ന് അറിയാതെ ചുമ്മാ കടന്ന് തുള്ളിച്ചാടുന്നവരുണ്ട്. ഞാൻ തൊടുപുഴയിൽ ഒരു സ്ഥലത്ത് ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോൾ
ഭയങ്കര ബഹളം, ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. അവിടെ രാഷ്ട്രീയത്തിൻ്റെ ആളാന്ന് തോന്നുന്നു ഒരാൾ ഫോൺ വിളിച്ചുകൊണ്ട് കയറി വന്നിട്ട് ആരാധനയുടെ നടുവിൽ കയറി നിന്ന് അദ്ദേഹം ബഹളമുണ്ടാക്കി, ഒച്ചയുണ്ടാക്കി, അത് അലങ്കോലപ്പെടുത്തി കളഞ്ഞു. അതേ സമയത്ത് അതേ ടൗണിൽ തന്നെ അതിനേക്കാൾ ശബ്ദത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് അതേ ടൗണിൽ തന്നെ ഞാനും കൂടി. അതിലും വലിയ ശബ്ദം, പക്ഷെ ഒരൊറ്റ മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നിട്ടില്ല. എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ദൈവാത്മ നിറവിലാണ് ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിന് വേണ്ടി അതിന് നടുവിലേക്ക് ആരും കയറി വരത്തില്ല. 142 സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ ദാവീദ് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ ഒളിച്ചിരിക്കുമ്പോൾ ആരെല്ലാം വന്നാൽ മിണ്ടല്ലേ ഒളിച്ചിരിക്കുന്നേ. എന്നിട്ട് ഈ ഒളിച്ചിരിക്കുന്നവനകത്തെന്തോ പരിപാടി, ഞാൻ ഉറക്കെ ദൈവത്തോട് നിലവിളിച്ചു. ഈ ഒളിച്ചിരിക്കുന്നവൻ ഉറച്ച വെച്ചെന്താ? ദാവീദിനറിയാം, ഞാൻ ആത്മനിറവിലാണ് എൻ്റെ ദൈവത്തോട് നിലവിളിക്കുന്നത്. അതെൻ്റെ ശത്രുവിൻ്റെ കാതിൽ പകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഒളിച്ചിരിക്കുന്നവൻ ഉറക്കം നിലവിളിച്ചു. ദൈവാത്മ നിറവിലുള്ള ആരാധന, അതിൻ്റെ നടുവിലേക്ക് ഒരിക്കലും ഒരുവനും ശത്രുവിന് കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ ആരാധനയിൽ ഒരുവൻ കയറി വന്ന് നിങ്ങൾ ആത്മനിറവിൽ സാഹചര്യവും സ്ഥലമെല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരുവൻ കയറി വന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അവിടെ പകരപ്പെട്ട ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. ജ്വലിച്ച് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു തീക്കടലിലേക്ക് ഒരു കീടങ്ങളും അടുത്തു വരില്ല. എന്നാൽ ഒരു തടിക്കഷ്ണമായി കിടക്കുമ്പോൾ പല കീടങ്ങളും അതിനകത്തേക്ക് വരും. ദൈവജനത്തിൻ്റെ ആത്മാവുകളുടെ ആരാധന, ഇതൊക്കെ തിയറിയല്ല, ഇതൊക്കെ നാളുകളുണ്ട് അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ റിതം പാടിൻ്റെയും കീബോർഡിൻ്റെയൊക്കെ ഒപ്പം കടന്ന് തുള്ളിച്ചാടി മറിയുന്ന പല പരിപാടികളും ആരാധനയാണെന്ന് പറഞ്ഞ് തൃപ്തിപ്പെട്ടു പോകുന്നവരുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങൾ താഴെയിട്ട് ആരാധിക്കുന്നു. ഞാനൊരു പാട്ടിൻ്റെ ഒരു 2-3 ലൈൻ കേൾപ്പിക്കാം, അതൊന്ന് കേൾക്കുക. ഡിപിയായോ സിപിയായോ തിരഞ്ഞെടുത്താലോ കയ്യടിയും പാട്ടും അവർക്കന്യമാകും. ഡിപിയായോ സിപിയായോ തിരഞ്ഞെടുത്താലോ കയ്യടിയും പാട്ടും അവർക്കന്യമാകും. അഹങ്കാരമുള്ളിൽ പെരുകി വരുമ്പോൾ ആരാധനയവർക്ക് അറപ്പായി തോന്നും. ആത്മാവിൻ ഫലങ്ങളിൽ ജാടയുണ്ടോ? ആരും എന്നോട് വിരോധം തോന്നരുതേ, ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ള കൂട്ടത്തിലാണ്. ലോക്കൽ സഭയിൽ ഒരു സാധാരണ പാസ്റ്ററായിരുന്ന കാലത്ത് എല്ലാം മറന്ന് തുള്ളിച്ചാടി ആരാധിച്ചതാണ്. തട്ടിക്കൊണ്ടിരിക്കുന്നത്, തൂവാലയെടുത്ത് കറക്കുന്ന പരിപാടി, അതിനൊക്കെ കൊണ്ട് ഒതുങ്ങി പിന്നെ ആരാധിക്കാൻ പറ്റത്തില്ല. ഞാൻ അതിൻ്റെ ഒത്തിരി വിമർശനത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ സ്വർഗത്തിൽ ദൈവം കൊടുത്ത ആ കിരീടമുണ്ടല്ലോ, ആ കിരീടം താഴെ വെച്ചിട്ടുള്ള ആരാധനയാണ് അവിടെ നടന്നത്. ഇവിടെ കിട്ടുന്ന ചെറിയൊരു സ്ഥാനം, അതും ചിലപ്പോഴൊക്കെ 1 വർഷത്തേക്ക് കിട്ടുന്ന ഒരു സ്ഥാനം, ആ സ്ഥാനം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് ആരാധിപ്പാൻ മനസ്സില്ലാത്ത ദൈവദാസന്മാരെ, നേതാക്കന്മാരെ, നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ആ വെളിപ്പാട് പുസ്തകത്തിൽ അത് നിർത്തുന്നു, വായിക്കുക. ആരാധനയ്ക്ക് എന്താണ്, എങ്ങനെയാണെന്ന്. നമുക്കുള്ളതെല്ലാം വെറും 0 ആക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുള്ള ആരാധന, നാം നമ്മെ തന്നെ മറന്ന് എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ആരാധന, അവർക്കേ ഈ ആത്മാവിലുള്ള ആരാധന എന്നു പറഞ്ഞാൽ പിടുത്തം കിട്ടത്തുള്ളൂ, അവർക്കത് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യം ഇതിനൊന്നും വചനം ചോദിക്കല്ലേ, തിയറിയായിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വരല്ലേ. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തി എല്ലാം മറന്ന് ദൈവത്തിൽ പൂർണ്ണമായി ലയിച്ച് ചേർന്നുള്ള ആരാധനയാണ് ദൈവത്തോട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതിന് നമ്മൾ വായിച്ചൊരു സംഗീത പ്രമാണിക്ക് ഒരു സങ്കീർത്തനം, സംഗീത പ്രമാണി. പുതിയ നിയമസഭയിലേക്ക് നാം കടന്നു വന്നാൽ
അങ്ങനെ സംഗീത പ്രമാണി ഉള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. സഭയിൽ മൂപ്പന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വർഷിപ്പ് ലീഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അങ്ങനൊരു വാക്യമുള്ളതായിട്ട് ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. ഞാൻ ആ പാട്ടിൻ്റെ അടുത്തൊരു ചാൻസ് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഇതുവരെ ആത്മാവിൽ ആരാധിക്കാത്തൊരു കൂട്ടർ വർഷിപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ജാട വിളമ്പുന്നു. ഇതുവരെ ആത്മാവിൽ ആരാധിക്കാത്തൊരു കൂട്ടർ വർഷിപ്പ് ലീഡേഴ്സ് എന്ന പേരിൽ ജാട വിളമ്പുന്നു. വേദികളിൽ പാടാൻ അവസരം കിട്ടിയാൽ ജാടയിൻ ഹോൾസെയിൽ ആരംഭിച്ചിടും. ആത്മാവിൻ ഫലങ്ങളിൽ ജാടയുണ്ടോ? വർഷിപ്പ് ലീഡേഴ്സ് ആരാണ് നമ്മുടെ വർഷിപ്പ് ലീഡർ? നമുക്കറിയാം. നമ്മൾ ഒത്തിരി ദൈവദാസന്മാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയതാ. ഞാനതവിടെ അധികം വലിച്ചു നീട്ടുന്നില്ല. ഈ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോട്ടെ, ചിലർക്കൊക്കെ സംശയമാണ്, യേശുവിനെ ആരാധിക്കാൻ ബൈബിൾ എഴുതി വച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ വേറിട്ട ചിന്തയുടെ അനേക എപ്പിസോഡുകൾ ചെയ്തിരിക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. യേശു എന്ന പേര്, ക്രിസ്തു എന്ന പദവി, കർത്താവ് എന്ന പദവി, ഇതിനെ മൂന്നിനെയും തരം തിരിച്ചുകൊണ്ടുള്ള ഒരു പഠനം ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഒരൊറ്റ വാക്കിൽ പറയുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സിംഹാസനത്തിലിരിക്കുന്നവനും അറുക്കപ്പെട്ട കുഞ്ഞാടിനും ശക്തിയും മഹത്വവും ബലവും സ്തോത്രവും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു. ഇത് സ്വർഗത്തിൽ നടക്കുന്നതാണേ. ഭൂമിയിലായിരുന്നെങ്കിൽ അവർക്ക് അറിയില്ലാഞ്ഞിട്ട് ചെയ്തതെന്ന് പറയാം. സ്വർഗത്തിൽ സിംഹാസനത്തിൽ പിതാവ് ഇരിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ പിതാവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ നടത്തുന്ന ക്രിയയാണിത്. അപ്പോൾ ചിലരൊക്കെ പറയുമ്പോൾ യേശു ആരാധനയ്ക്കൊന്നും യോഗ്യരല്ല, യേശു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, ഇത് പിതാവിന് അറിയാൻ പാടില്ല ഈ സംഭവം. എന്തുകൊണ്ട് പിതാവ് അത് വിലക്കിയില്ല? ആത്മാവ് എന്തിനാ ഇതൊക്കെ യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുത്തേ? അപ്പോൾ അതിനകത്ത് മറുപടി ഒതുങ്ങി. ഇനി അഥവാ നിങ്ങൾക്ക് മടിയാണെങ്കിൽ, ചിലർക്ക് ആരാധനയൊക്കെ ഭയങ്കര മടി, എന്തെങ്കിലും കൊടുക്കാണ്ട് കൊടുത്തിട്ട് സംഭവം വിട്ടുപോകും. എൻ്റെ പിന്നെ നിങ്ങൾ ആരാധിക്കാൻ മടിയുള്ളവരാരും കാഹളം മുഴങ്ങാൻ വേണ്ടി കാത്തിരിക്കണ്ട. അവിടെ ചെന്നാൽ അവിടെ ഈ വലിയ ക്രൂസൈഡും പരിപാടിയൊന്നുമില്ല, കൺവെൻഷനോ പരസ്യമൊന്നുമില്ല. ചിലർക്ക് അങ്ങനെയാണ്, കൺവെൻഷനും ക്രൂസൈഡൊക്കെ മതി, ആരാധനയൊന്നും വേണ്ട. ഇവിടെ ആ വക പരിപാടിയൊന്നുമില്ല. അവിടെ 24 മണിക്കൂറും സമയമില്ല കേട്ടോ, അങ്ങനെ സമയമൊന്നുമില്ല. അവിടെ വിശ്രമമില്ലാതെ ആരാധന മാത്രമേ പരിപാടിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ മടിയുള്ളവർ കാഹളം മുഴങ്ങാൻ വേണ്ടി കാത്തിരിക്കേണ്ട. പിന്നെ ഇവിടെ ആരാധനയ്ക്ക് വിലക്ക് കൽപ്പിക്കുന്നവരുണ്ടല്ലോ, അതൊന്നും നമുക്ക് വേണ്ട, അതൊക്കെ ആ കൂട്ടർക്കുള്ളതാണ്. ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ വന്നിട്ട് അത്യാവശ്യം 2 പാട്ട് പാടുക, പറയാനുള്ള വചനം പറയുക, കേൾക്കുക, വിട്ടുപോവുക. ഇവിടെ ഇത് വേണ്ട എന്ന് പറയുന്നവർ അവിടെ ചെല്ലാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട. അവിടെ വേറെ പരിപാടിയൊന്നുമില്ല, അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. അടുത്തൊരു ചിന്ത, എന്നാ വിടുതലേറ്റെടുത്തോ ആരാധനയിൽ. ദേ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. എൻ്റെ പൊന്നെ, അതൊക്കെ വല്ല ഫിസിയോതെറാപ്പിയോ വല്ല എക്സസൈസോ അങ്ങനെയൊക്കെയുള്ള പരിപാടി ചെയ്യുക. ഇതതിനുള്ളതല്ല. ഒരു കാര്യമുണ്ട്, നീ ദൈവത്തെ വചനം പറഞ്ഞതുപോലെ ആത്മാവിന് സത്യത്തിലുമാണ് ആരാധിക്കുന്നതെങ്കിൽ നിൻ്റെ ആരാധന ദൈവം സ്വീകരിക്കത്തക്ക നിലയിൽ നീ ക്രമീകരണം വരുത്തിയാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ക്രമീകരണത്തിൻ്റെ പിന്നിൽ നിന്നൊരു സൗഖ്യം വന്നിരിക്കും. അത് ആരാധിച്ചത് കൊണ്ട് വന്ന സൗഖ്യമല്ല, മറിച്ച് ആരാധിപ്പാൻ നീ നിന്നെ തന്നെ ഒരുക്കിയത് കൊണ്ട് വന്ന സൗഖ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രോഗം ശരീരത്തിൽ നിൽക്കേണ്ട കാരണമുണ്ടല്ലോ. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ എൻ്റെ ഓരോ എപ്പിസോഡിലും വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ വിടുതലിന് വേണ്ടിയല്ല ആരാധന. ഒന്ന്, പൈശാചികൻ്റെ പിടിയിൽ നിന്ന് ചില ചർച്ചകളിലൊക്കെ പ്രാർത്ഥിച്ചു, 2-3 പാട്ടൊക്കെ പാടി, എന്നിട്ട് പറയാം ഇനി നമുക്ക് അല്പസമയം ഒന്ന് ആരാധിക്കാം. ആഹാ, അപ്പോൾ എന്നുള്ളമേ സ്തുതിക്കാം നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം. എൻ്റെ അന്തരംഗവുമേ അവൻ്റെ ഉപകാരങ്ങൾ ഓർത്ത് സ്തുതിക്കാം എന്നൊക്കെ പറഞ്ഞ് പാടിയത് പിന്നെ എന്തുമായിരുന്നു?
അപ്പോൾ ഈ പാട്ടിനെ ഒരു ആരാധനയല്ല ഇതും. ഈ പാട്ടിനെ ആരാധനയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് പറയുക, ഇനി നമുക്കൊന്ന് ആരാധിക്കാം. സത്യത്തിൽ അവരെന്താ പറയുന്നത് അവർ ചിന്തിച്ചിട്ടല്ല പറയുന്നത്. എന്താണ് ഇവിടെ ബഹുമാനവും സ്തുതിയും സ്തോത്രവും എന്നൊക്കെ, ഇവിടെ സ്തുതിയും സ്തോത്രവും എല്ലാം അർപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു പദമുണ്ട്, ബഹുമാനം അർപ്പിക്കുക. എന്താണ് ബഹുമാനം? അതിൻ്റെ വിശദീകരണം ഒത്തിരി പോകും. ഞാൻ ഒറ്റ വാക്ക് ചുരുക്കി പറയാം. ആരാധനയുള്ള ദിവസം ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ദിവസത്തെ മാനിക്കുന്നുവെങ്കിൽ, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞതിന് ഒരുവൻ ഒരു ദിവസത്തെ മാനിക്കുന്നു, മറ്റൊരു വേറൊരു ദിവസത്തെ മാനിക്കുന്നു, അവനെല്ലാം കർത്താവിനെ അത്രയും മാനിക്കുന്നത്. ആരാധനയുള്ള ദിവസം അരമണിക്കൂർ മുൻപേ എഴുന്നേൽക്കുമ്പോൾ, വീട്ടിലെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ ചെയ്യുമ്പോൾ, ദൈവത്തെ അറിയാത്ത അയൽവാസികളോട് വാക്ക് ചോദിച്ചാൽ, അയ്യോ ഞങ്ങളൊക്കെ ഞായറാഴ്ച ദിവസമാണ് കൂടുതൽ സമയം കിടന്നുറങ്ങാറുള്ളത്, പക്ഷെ നിങ്ങൾ ഞായറാഴ്ചയാണല്ലോ ഏറ്റവും പുലർച്ചെ എഴുന്നേൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരോടൊരു വാക്ക്, ഞങ്ങൾക്കിന്ന് ആരാധനയുള്ള ദിവസമാണ്. അപ്പോൾ അവിടെ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മറ്റുള്ള ദിവസങ്ങൾ, അതായത് കുട്ടികൾ സ്കൂളിൽ പോവുകയും ഭർത്താവ് ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ളത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കാറുണ്ടല്ലോ, അതിനേക്കാൾ അരമണിക്കൂർ മുൻപ് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് എഴുന്നേൽക്കുമ്പോൾ ആരാധനയോടുള്ള ബഹുമാനം, അതായത് ആരാധിക്കുന്ന ദൈവത്തോടുള്ള ബഹുമാനം അവിടെ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെയൊക്കെ വിശദീകരണമായി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരാധന എന്ന് പറയുന്നത് ഈ തുള്ളിച്ചാടി മറിയുന്നതും കുറച്ചേം ബഹളമൊന്നും ഉണ്ടാക്കുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വരുമ്പോൾ അവയെല്ലാം സംഭവിച്ചെന്നിരിക്കും. അത് മറ്റൊന്ന്. പക്ഷേ മനഃപൂർവമായി അതൊക്കെ ഈ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ടുള്ളത് കൊണ്ട്, കുറേ കണ്ടിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. ഏതെങ്കിലും നമ്മളെ വികാരത്തെ തട്ടി ഉണർത്തുന്ന ഒരു റിതം വരുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചില വികാരത്തെ നൃത്തം ചെയ്ത് തുള്ളിയും ചാടി അട്ടഹസിച്ചൊക്കെ പുറത്തേക്ക് തള്ളിവിടുന്നത് ആരാധനയായി കാണല്ലേ. ശാന്തമായി നിന്ന് വചനം ശുശ്രൂഷിക്കുമ്പോൾ, എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് ചോദിച്ചതുപോലെ, വളരെ ശാന്തമായി നിന്ന് വചനം പറയുമ്പോൾ ജനം ഈ നിലയിൽ നിന്ന് ആരാധിക്കുന്ന അനുഭവം ദൈവകൃപയാൽ അനുഭവിപ്പാനും കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിതം ഇങ്ങോട്ട് ചാടി വന്നെങ്കിൽ ആരാധന ഇങ്ങോട്ട് ചാടി വരിക എന്നുള്ളതായ തോന്നലൊക്കെ മാറണം. പല സ്ഥലങ്ങളിലും പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ വിധത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പുതിയ അറിവല്ല, ആർക്കും അറിയില്ലാത്തൊരു കാര്യവുമല്ല. പക്ഷേ നിങ്ങളുടെ ചിന്തയെ ഒന്നും കൂടി തട്ടി ഉണർത്തുവാൻ, കാരണം നമ്മെ ദൈവം വിളിച്ചത് ദൈവത്തെ ആരാധിപ്പാനാണെങ്കിലും ഇന്ന് വല്ലൊരു മേഖലകളും ജനം വഞ്ചിക്കപ്പെടുന്നത് ആരാധനയിലാണ്. യഥാർത്ഥമായി വചനപ്രകാരമുള്ള ആരാധന നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പുതിയ ചിന്തയുമായി കൂടി കാണാം.